ഇയാളുടെ പേര് കേസൊന്നുമില്ലേ? ഉണ്ട് സാർ. സാറേ അതൊക്കെ പഴയ കേസുകളാ. ഇപ്പൊ ഇങ്ങനെ നല്ല മനുഷ്യനായി. അത് ശരി. എന്നിട്ട് ഈ നല്ല മനുഷ്യൻ മീരെ കൊന്നുകളയുന്ന പരസ്യമായിട്ട് വെല്ലുവിളിച്ചതോ? അയ്യോ സാർ, ഞാനങ്ങനെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. ഇല്ലേ? ഇല്ല. ഷൈജ. യെസ് മാം. വെല്ലുവിളിച്ചു എന്നതിന് തെളിവ് തന്നെ സമ്മതിക്കുമോ? ഇങ്ങോട്ട് പറയ്ക്ക്. നമസ്തേ. ഇയാളെ ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. സിദ്ധാർത്ഥൻ സാറിന്റെ പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹിയ വിനോദ് ചാത്തന്നൂർ. വിനോദേ, അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞേ. ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ കാണാൻ വേണ്ടിയാ രാവിലെ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോ മാധവൻ മീരമോളെ ചീത്ത വിളിക്കുന്നതായാ കണ്ടത്. വെറുതെ അലമ്പുണ്ടാക്കരുത്. എന്റെ മോളെ തൊട്ടാണ്ടല്ലോ. തൊട്ടത്താൻ എന്തി എന്നെ കൊല്ലു? ആ കൊല്ലും. എന്റെ മോളുടെ ദേഹത്ത് ആര് കൈ വെച്ചാലും ഊത്തി മഴുത്തും ഞാൻ. ഇപ്പൊ എന്തു പറയുന്നു? സാറേ, ഞാനത് അപ്പുറത്തെ ആവേശത്തിൽ പറഞ്ഞു പോയി. കൊലവിളി നടത്തിയിട്ടാണ് തന്റെ ആവശ്യം കാണിക്കുന്നത്. താൻ പോയിക്കോ. ആ ശരി. സക്കീറേ. ആ മാധവ, അയ്യോ, നമുക്ക് പോവാം. സാറേ എനിക്ക് സാറേ, സാറേ, എന്താ നിങ്ങളിത്? അയ്യോ വേണ്ട. നിങ്ങളെപ്പോലുള്ള പോലീസുകാരിൽ നിന്ന് നീതിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നെ ആരൊക്കെയോ ബോധം കെടുത്തി കൊണ്ടുപോയതാ. കാർ പാർക്കിംഗ് വെച്ച് ഒരാളെ മുഖമത്തി കഥയല്ലേ? എനിക്കറിയാം. സിനിമയ്ക്ക് കഥ എഴുതാൻ പോയ ശോഭിക്കും മാധവൻ. അതിരിക്കട്ടെ, അന്ന് നിങ്ങളുടെ മുഖമത്തി ആ കൈ ഇവരിലാരുടെയും കൈയുമായിട്ട് സാമ്യമുണ്ടോ? സാറേ, ഇവരെയൊന്നും ഇതിലേക്ക് വലിച്ചഴക്കരുത്. ഓ ആയിക്കോട്ടെ. എങ്കി പിന്നെ എഴുന്നേറ്റോ, നമുക്കങ്ങ് പോവാം. മേഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? മീരെ കൊന്നത് ഞാനാ. എന്താ എന്താ നീ പറഞ്ഞ? അതെ മേഡം, മീരെ ഞാനാണ് കൊന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. നമ്മൾ തമ്മിൽ ഇത് കാണുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. 2 തവണയും നന്ദൻ ഇത് ആവർത്തിച്ചു പറഞ്ഞു. എങ്കിൽ പറ, അതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനൊന്ന് കേക്കട്ടെ. അന്ന് ഫംഗ്ഷൻ നടക്കുമ്പോ ദേവി എന്നെ ഒന്ന് വിളിച്ചു.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.